ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരം ചായക്കൊപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളി സ്നാക്കാണ്. കൂടെ തന്നെ സ്പെഷ്യലായിട്ടൊരു ചട്നിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 സവാള ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിനുള്ളൊരു മീഡിയം സൈസിലുള്ള ഒരു 3 സവാള തന്നെ മതിയാവും. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടതാണ് ഒരു 1/2 കപ്പ് അളവിൽ മൈദാമാവ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി. പച്ചരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടി, അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ജീരകം കൂടിയാണ്. നമ്മൾ ഈ പെരിഞ്ജീരകം ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി വേണ്ടത് അതേ അളവിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടിയാണ്. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരല്പം മല്ലിയിലയും കൂടി. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 കപ്പിൽ നിന്നും ഒരല്പം കൂടി കുറവായിട്ട് തൈര് കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തൈര് ചേർക്കുമ്പോഴത്തേക്കും ചെറിയ ഒരു പുളിപ്പ് ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും. കൂടെ തന്നെ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മളിത് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സവാളയും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 പിഞ്ച് അളവിലെ ബേക്കിംഗ് സോഡ കൂടി. നമ്മൾ സാധാരണ അപ്പത്തിലേക്ക് ചേർക്കില്ലേ, അതുപോലെ ഒരല്പം മാത്രം ബേക്കിംഗ് സോഡ കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി വേണ്ടത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം മാത്രം ചൂടാക്കിയ എണ്ണയും കൂടി. വളരെ കുറച്ച് മതിയാവും. ഇതുപോലെ എണ്ണ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മളിതെല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ എണ്ണ ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ വെച്ചിരിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരിക്കാം. ഈ ഒരു സമയം കൊണ്ട് ഈ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചട്നി കൂടി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ ചട്നി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് അല്പം ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്ന് ചേർക്കുകയാണ്. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി. ഇത് രണ്ടും ഫസ്റ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അതായത് ഇതിൻ്റെ നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഉഴുന്നിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 5 വറ്റൽമുളക് കൂടി. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്തേക്കണം. വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് ഇതെല്ലാം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ വറ്റൽമുളകെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയ തക്കാളി. 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുകൂടി. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. അതല്ലാതെ അതിലേക്ക് വെന്തുടഞ്ഞ് ചേരണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഈ സമയത്തെല്ലാം നമുക്കൊന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരല്പം മല്ലിയിലയും കൂടി. അതുപോലെ തന്നെ ചെറിയ കൊണ്ടൊരു പീസ് അളവിൽ പുളിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതുകൂടി. പുളി കൂടി പോകരുത്, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചടപടയെന്ന് പെട്ടെന്ന് തയ്യാറാക്കി വളരെ ടേസ്റ്റിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ നല്ല ചൂടോടുകൂടി നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്നും ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പാടില്ല. അതിൻ്റെ പേരിൽ ആ ചൂടൊന്നൊരല്പം കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ഇതൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു അളവിൽ, വളരെ ചെറിയൊരളവിൽ ശർക്കര കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ ശർക്കരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് താളിച്ച് കൂടി ചേർത്ത് കൊടുക്കണം. താളിപ്പിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമുക്കൊന്നും ആവശ്യമായിട്ടില്ല. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് താളിച്ച് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ചട്നി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. നമ്മുടെ ഈ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട കൂടി ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വലിപ്പത്തിന് വേണം ഇതെല്ലാം തയ്യാറാക്കി എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഫസ്റ്റ് നമ്മൾ ഇത് ഇടുന്ന സമയത്ത് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് അല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ഈ വടയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ചെറിയ ബോളിൻ്റെ ഷേപ്പിലൊന്ന് നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ടിരുന്നാൽ മതിയാവും. ഒരു സൈഡൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് തിരിച്ചിടണം അങ്ങനെയൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം നമ്മളിപ്പോൾ ഒരുപാട് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പുറം ഭാഗം അതിൻ്റെ കളറ് പെട്ടെന്ന് മാറി കിട്ടിയിട്ട് അകം വേകാതെ കിട്ടും. അതിൻ്റെ പേരിലാണ്. ഇരുന്നാലും ഒരുപാട് ഫ്ലെയിമും കുറച്ച് വെക്കാനും പാടില്ല, എങ്കിൽ പിന്നെ നല്ലതുപോലെ ഹാർഡായി പോകും. അതിൻ്റെ പേരിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. ഇപ്പം തന്നെ നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് വെന്തിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് സമയത്ത് വറുത്ത് അതിൻ്റെ കളറൊന്നും ഒരുപാട് ഡാർക്ക് കളർ ആക്കണം എന്നില്ല. ഈ ഒരു സമയം നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചട്നി, അതിലേറെ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വടയാണ് കേട്ടോ. വിശേഷിച്ചുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വടയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. Take care, dear friends.